ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ യുവതാരമായിരുന്നു പ്രിയ വാര്യർ. സിനിമയിലെ ഗാനരംഗത്തിലെ കണ്ണിറുക്കൽ സീനുകൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം തീർക്കാൻ പ്രിയയ്ക്കായിരുന്നു. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ട്രോളുകളാണ് പ്രിയ ഏറ്റുവാങ്ങിയത്. സൈബർ അറ്റാക്കിനും പ്രിയ ഇരയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും പ്രിയ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അജിത് നായകനായി ആദിക് രവിചന്ദ്രൻ സംവിധാനത്തിലെത്തിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലെ ഗാനരംഗമാണ് പ്രിയയെ വീണ്ടും സിനിമാ പ്രേമികൾ ഏറ്റെടുക്കാൻ കാരണമായിരിക്കുന്നത്. 1999 പുറത്തിറങ്ങിയ എതിരും പുതിരും എന്ന തമിഴ് സിനിമയിൽ വിദ്യാസാഗർ ഇണമിട്ട തൊട്ട് തൊട്ട് പേസും സുൽത്താന എന്ന പാട്ടാണ് ഗുഡ് ബാഡ് അഗ്ലിയിൽ പ്രിയയും അർജുൻ ദാസും റീക്രിയേറ്റ് ചെയ്തത്. പഴയ പാട്ടിൽ സിമ്രാനും രാജു സുന്ദരവും കളിച്ച സ്റ്റെപ്പുകളാണ് അതേ എനർജിയിൽ പ്രിയയും അർജുനും അവതരിപ്പിച്ചത്. തിയേറ്ററിൽ ഈ ഗാനരംഗത്തിന് ലഭിച്ച പ്രതികരണം മികച്ചതായിരുന്നു. ആർപ്പുവിളിയോടെയാണ് ആരാധകർ ഈ പാട്ടിന് കൈയടിച്ചത്. ഇരുവരുടെയും കെമിസ്ട്രിക്കും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഈ സീൻ ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. പാട്ട് സീനിലെ കണ്ണിറുക്കൽ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. അഡാർ ലവ് ചിത്രത്തിലെ സീനും ഈ ഗാനരംഗത്തിലെ സീനും വെച്ചുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തമിഴിലെ അടുത്ത സിമ്രാനാണ് പ്രിയ വാര്യർ എന്നാണ് ആരാധകരുടെ കമന്റുകൾ. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രിയയുടെ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. തൊട്ട് തൊട്ട് പേസും സുൽത്താന എന്ന പാട്ട് തനിക്ക് സ്പെഷ്യൽ ആണെന്നും അജിത് സാർ നൽകിയ സപ്പോർട്ട് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും പ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. ആദ്യമായി സംസാരിച്ചത് മുതൽ ഷൂട്ടിംഗ് അവസാനിക്കുന്നതുവരെ അജിത് തന്ന സ്നേഹവും പരിഗണനയും ഒരിക്കലും മറക്കാനാകില്ലെന്നും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പാഷൻ കണ്ട് അമ്പരന്നുവെന്നും പ്രിയ പറഞ്ഞിരുന്നു. ഗുഡ് ബാഡ് അഗ്ലിയിലെ പാട്ട് സീൻ വൈറലായതിനു പിന്നാലെ പ്രിയ വാര്യർ എന്ന യുവനടിയുടെ കരിയറിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് നാഷണൽ ലെവലിൽ സെൻസേഷൻ ആയിക്കൊണ്ടാണ് പ്രിയയുടെ തുടക്കം. അഡാർ ലവ് എന്ന സിനിമയിലെ മാണിക്യമലരായി പൂവി എന്ന പാട്ട് പുറത്തിറങ്ങിയപ്പോൾ അതിലെ പ്രിയയുടെ കണ്ണിറുക്കൽ സീനിന് ലഭിച്ച സ്വീകാര്യത ചെറുതായിരുന്നില്ല. അന്ന് പ്രിയയെ തിരഞ്ഞ ആളുകളുടെ എണ്ണം കണ്ട് സോഷ്യൽ മീഡിയ തന്നെ ഞെട്ടിയിരുന്നു. ഒറ്റ കണ്ണിറുക്കൽ കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കുത്തനെ ഉയർത്താൻ പ്രിയയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം അത്ര നല്ല റിപ്പോർട്ടുകൾ ആയിരുന്നില്ല ലഭിച്ചത്. പിന്നീട് പ്രിയയ്ക്ക് വലിയ അവസരങ്ങളും മലയാളത്തിൽ ലഭിച്ചില്ല. അഡാർ ലവിന് ശേഷം തെലുങ്കിൽ ചെക്ക്, ഇഷ്ക് നോട്ട് എ ലവ് സ്റ്റോറി എന്നീ ചിത്രങ്ങളിൽ പ്രിയ അഭിനയിച്ചിരുന്നു. അതിനുശേഷം 4 Years, ലൈഫ്, കൊള്ള എന്നീ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും പ്രിയയുടെ വേഷങ്ങൾക്ക് വലിയ ശ്രദ്ധ നേടാനായില്ല. എന്നാൽ ഇപ്പോൾ ബ്രോ, യാരിയൻ 2, മന്ദാകിനി, വിഷ്ണുപ്രിയ, നിലാവ് കെന്നഡി, എന്മേൽ കോപം തുടങ്ങിയ സിനിമകളിലൂടെ വിവിധ ഭാഷകളിൽ സജീവമായിരിക്കുകയാണ് പ്രിയ. ഈ ചുരുങ്ങിയ കാലയളവിൽ 15ഓളം ചിത്രങ്ങളിൽ പ്രിയ വാര്യർ വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച ഈ കരിയർ ബ്രേക്ക് പ്രിയയ്ക്ക് ഭാവിയിൽ മികച്ച വേഷങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ.